بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. قال الله عز وجل: عرى الإسلام وقواعد الدين ثلاث عليهن أسس الإسلام، من ترك واحدة منهن فهو بها كافر حلال الدم. وفي رواية: من ترك واحدة منهن فهو بالله كافر ولا يقبل منه صرف ولا عدل وقد حل دمه وماله، أو كما قال رسول الله. ആദരണീയരായ രക്ഷിതാക്കളെ, ഉമ്മപങ്ങന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, ക്ഷമിക്കണം, ഇന്നും ഞാൻ നമസ്കാരത്തെക്കുറിച്ച് തന്നെയാണ് അല്പം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിസര പ്രദേശങ്ങളിൽ നിന്നും ദൂരപ്രദേശങ്ങളിൽ നിന്നും വന്നെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ, മുഷിയരുടെ വളരെ പ്രധാനമായും വിഷയത്തിൻ്റെ മുൻഗണനാക്രമം, തെറ്റിപ്പോകുന്നതിൻ്റെ പാളിച്ചകൾ, കുഴപ്പങ്ങൾ, കുറവുകൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടു തുടങ്ങുന്നുണ്ട്. പ്രസംഗസിദ്ധി കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളവരൊക്കെ ആധുനാധുന വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ഇസ്ലാമിൻ്റെ മഹത്വവും ഇസ്ലാമിൻ്റെ വലിപ്പവും മതേതര സമൂഹത്തിലെ ഇസ്ലാമിൻ്റെ നിലനിൽപ്പുമൊക്കെ വിഷയമാക്കുമ്പോൾ സത്യവിശ്വാസികളായ, വഅദ് ഉപകരിക്കുന്ന, ഉദ്ബോധനം ഉപകരിക്കുന്ന ആളുകൾ അവർക്ക് കിട്ടേണ്ടതിനു വേണ്ടി ദാഹിച്ചു വലയുന്ന അവസ്ഥ വാസ്തവത്തിലുണ്ട്. മുൻഗണനാക്രമം അല്പം സംസാരിക്കാനുള്ള സിദ്ധി കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളവരെന്ന നിലക്ക് മതപ്രസംഗകന്മാരും പ്രഭാഷകർക്കും അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ഒരു തിരിച്ചുപോക്ക്
നമ്മുടെ സമുദായത്തിന് വഅലിന്റെ രംഗത്ത് വേണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പഴയകാലത്തെ വഅലിന്റെ നമസ്കാരം, നോമ്പുകളാദി വിഷയങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വിവരിച്ചത് എങ്ങനെ നമസ്കരിക്കണം, നമസ്കാരം കൊണ്ട് എന്തു നേട്ടം ലഭ്യമാകും, എന്തുകൊണ്ടത് ലഭിക്കുന്നില്ല, എങ്ങനെ നമസ്കരിച്ചാലാണ് അത് ലഭിക്കുക, എങ്ങനെയാണ് അള്ളാഹു ഈ നമസ്കാരത്തെ വ്യവസ്ഥ ചെയ്തത് എന്നായിരുന്നു. കൃത്യമായി സമയനിഷ്ഠ പാലിച്ച് അത്യാവശ്യം മനസ്സിലാക്കി നമസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം. അത് സമൂഹത്തിൽ, സമുദായത്തിൽ പക്ഷേ ന്യൂനപക്ഷമാണ്. ബഹുഭൂരിപക്ഷത്തിൻ്റെയും അവസ്ഥ ഇതല്ല. ഒരുപക്ഷേ നമസ്കാരം റമദാനിൽ മാത്രം നിർവഹിക്കുന്നവരും പിന്നീട് വല്ലപ്പോഴും കമ്പനി കൂടുമ്പോഴോ അനിവാര്യമായി വരുമ്പോഴോ മയ്യത്തിന്റെ കൂടുമ്പോഴോ വെള്ളിയാഴ്ചയോ മാത്രം നിർവഹിച്ച് ബാക്കി ദിവസങ്ങളിലൊന്നും നമസ്കാരം തീരെ ശ്രദ്ധിക്കാത്തവർ നല്ലൊരു ശതമാനം ദൗർഭാഗ്യവശാൽ നമ്മുടെ സമുദായത്തിലുണ്ട്. മുഖ്യധാരാ സമൂഹത്തിലാണ് ഇവർ പ്രത്യേകിച്ചും ഉണ്ടാകുക എന്ന് പറയേണ്ടതില്ല. അതിലും വലിയൊരു ശതമാനം നമസ്കരിക്കുന്നവരാണ്. നമസ്കരിക്കാൻ സൗകര്യം വർദ്ധിച്ചിട്ടുമുണ്ടല്ലോ. പക്ഷേ ആ നമസ്കാരം ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി, ചെറിയ ചെറിയ തടസ്സങ്ങൾ പറഞ്ഞ്, ചെറിയ ചെറിയ ഭൗതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ചെറിയ സ്വകാര്യ ആവശ്യങ്ങൾ വരുമ്പോൾ നമസ്കാരത്തെ രണ്ടാം നമ്പറാക്കുകയും പിന്നിലേക്ക് തള്ളുകയും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളുമൊക്കെ കഴിഞ്ഞിട്ട് മാത്രം നമസ്കരിക്കുകയും ചെയ്യുക എന്ന ഒരു മനസ്ഥിതി. ഉറക്കത്തിനു ശല്യം വരാതെ, സുഖത്തിനു ശല്യം വരാതെ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു സൗകര്യങ്ങൾക്കും ശല്യമുണ്ടാകാതെ നമസ്കരിക്കാൻ സൗകര്യപ്പെട്ടാൽ നമസ്കരിക്കുക എന്ന ഒരു രീതി. തൊഴിലിനോ നമ്മുടെ ജീവിതത്തിനോ പ്രശ്നങ്ങൾക്കോ യാതൊരു മുട്ടും വരാതെ നമസ്കരിക്കാൻ നല്ല സൗകര്യം കിട്ടുമ്പോൾ നമസ്കരിക്കുക എന്ന നിലപാട്. ആ നമസ്കാരം തന്നെ അതിന്റെ ഫർളുകളും ഷർത്തുകളും പഠിക്കണമെന്നോ അറിയണമെന്നോ മനസ്സിലാക്കണമെന്നോ സൗകര്യം മനസ്സിലാക്കിയിട്ട് പോലും തോന്നാത്ത ഒരു കൂട്ടം ആളുകൾ. ഇതെല്ലാ നാടിലും സമുദായത്തിലെ ഭൂരിപക്ഷത്തിന്റെ സ്ഥിതിയാണ്. ഞങ്ങൾ പഠിച്ചില്ല, അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല, ഞങ്ങൾക്ക് വിവരമുണ്ടായില്ല എന്ന് പറയാനുള്ള ഉഴുതൊന്നും വാസ്തവത്തിൽ നമ്മുടെ ഈ സമൂഹത്തിലില്ല. ഒരു സാധാരണക്കാരനും ഇത് പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാനും കഴിയില്ല. വളരെ ഗൂഢമായ, സാധാരണ പണ്ഡിതന്മാർക്കൊന്നും കിട്ടാത്ത ഏതെങ്കിലും ചില വിഷയങ്ങളിലോ മസലകളിലോ ഒക്കെ വിവരക്കുറവ് അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞാൽ രക്ഷപ്പെടാൻ വിവരമില്ലാത്തവർക്ക് പഴുതു പറയും. നമ്മുടെ സാധാരണ വാലിമാർക്കും പണ്ഡിതന്മാർക്കും പള്ളിയിലെ ഖതീബിനും ഉസ്താദിനും മുദരിസിനും നമുക്കിടയിൽ എപ്പോഴും പെട്ടെന്ന് നമുക്ക് ചോദിക്കാൻ സൗകര്യം കിട്ടുന്ന ആളുകൾക്കും അറിയുന്ന നിസ്കാരത്തിന്റെ കണക്കുകളും ചിട്ടകളും ഫർളുകളും അതിന്റെ കടപ്പാടുകളും ഷർത്തുകളും ഒക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അത് നമ്മുടെ ബാധ്യതയാണ്. അത് ചെയ്യാതെ ഞങ്ങൾ പഠിച്ചില്ല, അറിഞ്ഞില്ല എന്ന് പറയാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരാൾക്കും അള്ളാഹു തആല ഉദർ വെക്കില്ല. കൂടിയാടി സമൂഹത്തിനിടയിൽ ജീവിക്കുകയും ആലിമീങ്ങൾക്കിടയിൽ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സാധാരണഗതിയിലുള്ള മസലകളിലൊക്കെ, നമസ്കാരാദി കാര്യങ്ങളിലൊക്കെ ആലിമിന്റെ വിധി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ അലംഭാവം കാണിച്ചിട്ട്, ചോദിക്കാൻ അവസരമുണ്ടായിട്ട് ചോദിക്കാതെ, പഠിക്കാൻ അവസരമുണ്ടായിട്ട് പഠിക്കാതെ, പള്ളിയിലുള്ള മുസ്ലിംമാരോ ഉസ്താദുമാരോ വേണമെങ്കിൽ പറഞ്ഞാൽ സ്റ്റഡി ക്ലാസുകളോ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസുകളോ ഒക്കെ നടത്തിത്തരും. പക്ഷേ അതിനൊന്നും മെനക്കെടാതെ, സമയം കാണാതെ, ഞങ്ങൾക്കറിയില്ല എന്ന നിലപാടിൽ നമസ്കാരത്തിന്റെ ഫർളുകളിലും ചിട്ടകളിലും ഷർത്തുകളിലുമൊക്കെ വീഴ്ചകൾ കാണിക്കുന്നുണ്ടെങ്കിൽ തത്വത്തിൽ അവരും നമസ്കാരം ഒഴിവാക്കുന്നവരാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ മൊത്തം സമുദായത്തിന്റെ ബഹുഭൂരിപക്ഷവും ഈ രീതിയിലാണ്. അല്പം അല്ലാഹുവിനെ പേടിയുള്ളവർ, വാതു കേട്ടാൽ മനസ്സിളകുന്നവർ, ആഖിറം പറഞ്ഞാൽ പേടിയുള്ളവർ നമ്മുടെ സഹോദരിമാരാണ്. പക്ഷെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സഹോദരിമാർ പുരുഷന്മാരെക്കാൾ വളരെ മോശം. കല്യാണം വന്നാൽ നിസ്കാരമല്ല, ആശുപത്രി കേസുണ്ടായാൽ നിസ്കാരമല്ല, തക്കാരുണ്ടായാൽ നിസ്കാരമല്ല,
യാത്ര പെണ്ണുങ്ങൾക്ക് ഒഴിവാക്കാൻ വയ്യല്ലോ. യാത്ര ഉണ്ടായ നമസ്കാരമല്ല. ടൗണിലേക്ക് വന്ന യാത്രക്കിടയിൽ അല്പം നമസ്കാരത്തിന്റെ സമയം തെറ്റി മറ്റൊരു നമസ്കാരത്തിന്റെ സമയവും കഴിഞ്ഞു പോയാലും വഴിയിൽ എങ്ങനെ നിസ്കരിക്കാനാ? നിസ്കാര കുപ്പായുണ്ടോ? നിസ്കാര പായുണ്ടോ? നിസ്കരിക്കാൻ സ്ഥലമുണ്ടോ? അല്ലെങ്കിൽ ഉടുത്ത് വൃത്തിയുണ്ടോ? എവിടെയെങ്കിലും കിട്ടുന്ന വെള്ളത്തിന് അതിന് വൃത്തിയുണ്ടോ, വെടിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമസ്കരിക്കാത്ത പരുവത്തിലാണ് നമ്മുടെ ഉമ്മപങ്ങന്മാരുടെയും അവസ്ഥ. മൊത്തത്തിൽ സമയനിഷ്ഠ പാലിച്ച് അള്ളാഹു വ്യവസ്ഥ ചെയ്തതുപോലെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർ സമൂഹത്തിൽ വളരെ വളരെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മുടെ ഈ സംസാരം ശ്രവിക്കാൻ വന്നവർ എന്നു മാത്രമല്ല, ഇപ്പോഴത്തെ മിക്കവാറും പ്രസംഗങ്ങളൊക്കെ വിപണിയിലുണ്ട്. ആ വിപണിയിൽ നിന്ന് ലഭിക്കുന്നത് കേട്ടുകൊണ്ട് മനസ്സിലാക്കുന്നവർ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട, അള്ളാഹു ഫറലാക്കി നിശ്ചയിച്ച നമസ്കാരം നമുക്ക് സമയബന്ധിതമായി സമയനിഷ്ഠയോടുകൂടെ അച്ചടക്കത്തോടുകൂടെ ഫർളും ഷർത്തുകളും പാലിച്ചുകൊണ്ട് നമസ്കരിക്കാൻ ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും, വിചാരണ ചെയ്യപ്പെടും, ശിക്ഷ ലഭിക്കും എന്ന് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് തോന്നി ആ ഒരാൾ ജീവിതം തിരുത്താൻ ശ്രമിച്ചാൽ ഈ വാതിലുള്ള നമ്മുടെ ആശ സഫലമായി. നമ്മുടെ പ്രതീക്ഷ അള്ളാഹു തആല പുലർത്തി. അങ്ങനെ അള്ളാഹു പുലർത്തുമാറാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, ഞാനിന്ന് നമസ്കാരത്തിന്റെ ആ ഭാഗത്തേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ആഹ്വാനം ചെയ്തിട്ടുള്ള നമസ്കാരമാണ് 5 വഖത്ത് നമസ്കാരം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വിവരിക്കുകയുണ്ടായി. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സമയം നിശ്ചയിക്കപ്പെട്ടുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ് നമസ്കാരം. പ്രത്യേകം സമയം തുടക്കവും ഒടുക്കവും. ആ ഒടുക്ക സമയത്തിന്റെ അപ്പുറം വിട്ടാൽ നമസ്കാരം സമയത്തല്ല, അള്ളാഹു പറഞ്ഞ സമയത്തല്ല. ഇങ്ങനെ നിശ്ചയിച്ചിട്ടുള്ള അമലാണ് നമസ്കാരം. ഞാൻ ഇന്നലെ സംസാരത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുമായുള്ള മുനാജാത്ത്, അള്ളാഹുമായുള്ള കൂടിക്കാഴ്ച, അള്ളാഹുവിന് അഭിവാദ്യമർപ്പിക്കാനുള്ള അവസരം, അള്ളാഹുവിന്റെ അജായിബിന്റെ ലോകത്തിലൂടെ, മലക്കൂത്തിന്റെ ലോകത്തിലൂടെ, വൈബുൽ വൈബിന്റെ ലോകത്തിലൂടെ മനസ്സും ആത്മാവും സഞ്ചരിക്കുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച അവസരം, ആ വിശുദ്ധ ദർബാറിലേക്ക് വരാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയത്ത് അടിമകളായ ആളുകൾ ഉടമക്കാരനായ രാജാവായ റബ്ബിന്റെ മുൻപിൽ പറഞ്ഞ നേരത്ത് ചെന്നില്ലെങ്കിൽ, അപ്പോയിന്റ്മെന്റ് നൽകിയ ഒരു ഡോക്ടർ ആ ഡോക്ടർ നൽകിയ സമയം തെറ്റിച്ചെന്നാൽ എന്താണ് പ്രതികരിക്കുക എന്ന് സാധാരണക്കാർക്കറിയാവുന്ന ഇന്നത്തെ അവസ്ഥയിൽ ചിന്തിച്ചാൽ മതി. രാജാതിരാജനായ മലിക്കുൽ മുലൂക്കായ റബ്ബിന്റെ അത്തരം ആളുകളോടുള്ള നിലപാടെന്തായിരിക്കും എന്ന് ഓർക്കാം. ഏതെങ്കിലും ഒരു ഡോക്ടർ ഇന്നൊരു രോഗിയെ കാണിക്കാൻ ചെല്ലുമ്പോൾ 9:30 എത്തുക, 2:30 എത്തുക, 3:30 എത്തുക എന്ന് പറഞ്ഞിട്ട് കൃത്യം ആ സമയത്ത് വിളിക്കുമ്പോൾ ആ പേര് നൽകപ്പെട്ട പേര് ഉച്ചരിച്ചിരിക്കുന്ന ആളവിടെ ഇല്ലെങ്കിൽ എന്തിരിക്കും ആ ഡോക്ടറുടെ പ്രതികരണം? പിന്നീട് കുറച്ചു കഴിഞ്ഞ് ഈ രോഗി ചെന്നാൽ തിരക്കുള്ള ഒരു ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടർ ഇവനെ തിരിഞ്ഞു നോക്കുമോ? ഇത് തന്നെയല്ലേ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ അവൻ നിശ്ചയിച്ച സമയം തെറ്റിച്ചെന്നാലുള്ള അവസ്ഥ? ഇന്ന സമയത്ത് നിങ്ങൾ അടിമകൾ എന്റെ മുമ്പിൽ എത്തണം, ഇന്ന രീതിയിൽ വേണം നിങ്ങൾ എന്നോട് സംസാരിക്കാൻ, ഇന്നതൊക്കെ കൊണ്ടെയാണ് എന്നെ അഭിവാദനം ചെയ്യേണ്ടത്. ഈ ദർബാറത്തിലെ അഭിവാദനത്തിന്റെ രീതി ഇതാണ്, ഈ ദർബാറിനകത്തെ വന്ദനത്തിന്റെ ചിട്ട ഇതാണ് എന്ന് കൃത്യമായി അവന്റെ തിരുദൂതരിലൂടെ പഠിപ്പിക്കുകയും ആ തിരുദൂതർ വളർത്തിക്കൊണ്ടുവന്ന ഒരു ലക്ഷത്തിൽ പരം സ്വഹാബത്ത് അവരുടെ വർത്തമാനകാലത്തുണ്ടായിരുന്ന ആളുകൾക്ക് ലോകം മുഴുക്ക ഓടി നടന്ന് ഭാഷ മറന്ന് അസൗകര്യങ്ങൾ മറന്ന് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മറന്ന് സ്വന്തം ജന്മനാടിൽ നിന്ന് സ്വദേശത്ത് നിന്ന് വിദേശത്തേക്ക് ഓടിയിട്ട് പ്രവാസ ജീവിതം നയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ നബി പഠിപ്പിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആ നമസ്കാരത്തിന്റെ അഭിവാദനത്തിന്റെ കൃത്യമായ രൂപങ്ങൾ ലോകത്തെ പഠിപ്പിച്ചിട്ട് ഇത്രയും നൂറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് കോടാനുകോടി മുസ്ലിമീങ്ങൾ ഈ നിലപാട് കൃത്യമായി നമ്മുടെ മുൻപിൽ തന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ ഏൽപ്പിച്ചിട്ട് ഇസ്ലാമിന്റെ എല്ലാ ചിട്ടകളും എല്ലാ കുടുക്കുകളും എല്ലാ മൂലകങ്ങളും എല്ലാ അടിസ്ഥാനങ്ങളും തകർന്നാലും അവസാനം മാത്രം തകരുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി പറഞ്ഞിട്ടുള്ളതാണ് നമസ്കാരം, ചെറുതല്ല. وأول فرض في شريعة ديننا وآخر ما يبقى إذ الدين يرفعه.
ദീനിന്റെ ചിട്ടകളും നിയമങ്ങളും ഓരോന്നോരോന്നായി ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവസാനം വരെ ശേഷിക്കുന്നത്, പരമാവധി അവസാനം വരെ നിലനിൽക്കുന്നത് നമസ്കാരമാണ്. ഇസ്ലാമിന്റെ ഓരോ പിടിവള്ളികളും ഇസ്ലാമിന്റെ ഓരോ മൂലകങ്ങളും ഇസ്ലാമിന് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വൃക്ഷങ്ങളും ഓരോന്നോരോന്നായി പിഴുതെറിയപ്പെടും. ഒരു ഉറുവത്ത് പിഴുതെറിഞ്ഞാൽ മറ്റൊരു ഉറുവത്തി പിഴുതെറിയാൻ വഴിയുണ്ട് എന്നാണ് തൊട്ടടുത്ത തലമുറ ആലോചിക്കുക. അതരവാനബി പറയാം, ഒരു ഉറുവത്തിനെ പൊളിക്കപ്പെട്ടാൽ ഒന്നിനെ പൊളിക്കപ്പെട്ടാൽ പിന്നീട് ആളുകൾ ഓടുക ഇതെല്ലത്തി തെലീഹ, തൊട്ടടുത്തുള്ള ഉറുവ എങ്ങനെ പൊളിക്കുമെന്നാണ്. ഈ വിധം ഓരോന്നോരോന്ന് പൊളിച്ചു പോയാൽ അവസാനം പൊളിക്കപ്പെടുന്ന ഉറുവ ഇസ്ലാമിന്റെ പിടിവള്ളി നമസ്കാരമായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ നമസ്കാരം പോലും പരമ്പരാഗതമായി നമ്മുടെ മുൻപിലെത്തിയിട്ട് അത്യാവശ്യം ആദ്യ തലമുറ നിർവഹിച്ച ആ രീതിയിലുള്ള നമസ്കാരത്തിന്റെ ശീലും രീതിയും എന്തെന്ന് ലോകത്തിന് വേണമെങ്കിൽ ചോദിക്കാനും പഠിക്കാനും പറ്റുന്ന രീതിയിൽ നമ്മുടെ മുൻപിലുണ്ടായിട്ട് അതുകൂടി പിഴുതെറിയപ്പെടുന്ന ഒരവസ്ഥയിൽ ലോകം വന്നെത്തി നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ നമ്മൾ അല്ലാഹു തആല നിർദ്ദേശിച്ച ആ നമസ്കാരവുമായിട്ടുള്ള നമ്മുടെ സമീപനത്തെ ഒന്ന് പരിശോധിക്കുകയും വിലയിരുത്തുകയും ന്യൂനതകളുണ്ടെങ്കിൽ തീർച്ചയായും പരിഹരിക്കുകയും ചെയ്യാൻ വിശ്വാസി കടപ്പെട്ടവരാണ്. കേവലം നിസ്കരിക്കാൻ അല്ലാഹു ഖുർആനിൽ നേരിട്ട് പറഞ്ഞ വാക്കില്ലല്ലോ. അഖീമുസ്സലാ, നിസ്കരിക്കാനല്ല കൽപ്പന. നമസ്കാരം കൃത്യമായി ചൊവ്വാക്കി നിർവഹിക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം. നമസ്കാരത്തെ നിങ്ങൾ ചൊവ്വാക്കുക, നിസ്കരിക്കാനല്ല. സ്വല്ലു എന്നല്ലല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അഖീമുസ്സലാ, നിസ്കാരത്തെ നിങ്ങൾ ചൊവ്വാക്കുക. حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. നമസ്കാരത്തിന്റെ പേരിൽ നിങ്ങൾ മുഹാഫളത്ത് ചെയ്യുക. നമസ്കാരങ്ങളുടെ പേരിൽ നിങ്ങൾ മുഹാഫളത്ത് ചെയ്യുക. പറഞ്ഞ കൃത്യമായ സമയത്ത് നമസ്കാരം നിർവഹിക്കുക. പറഞ്ഞ കൃത്യമായ രീതിയിൽ നമസ്കാരം നിർവഹിക്കുക. വ്യവസ്ഥ ചെയ്യപ്പെട്ട ഘടകങ്ങളും ഉപാധികളും സുനിശ്ചിതമായും 100% പാലിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കുക. വസ്സലാത്തിൽ ഉസ്ത, ഏറ്റവും മുന്തിയ അസ്ർ നമസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൗനിക്കാത്തതാണത്. മുനാഫിക്കുകൾക്ക് അലോസരമാണത്. അധ്വാനിക്കുന്ന ആളുകൾക്ക് പ്രയാസകരമായ നേരമാണത്. ആ നേരം പ്രത്യേകം ശ്രദ്ധിക്കുക. ഉറക്കച്ചവട് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുന്ന ആളുകൾക്ക് വളരെ പ്രയാസകരമാണത്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ അള്ളാഹു നിശ്ചയിച്ച ഏറ്റവും മുന്തിയ നമസ്കാരം വസ്സലാത്തിൽ ഉസ്ത, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമായ അസ്റും പരിരക്ഷിക്കുക. നിസ്കരിക്കുക മാത്രമല്ല, നമസ്കാരത്തെ പരിരക്ഷിക്കുക, കൃത്യമായി അതിനെ സൂക്ഷിക്കുക. നിങ്ങൾ ഇതല്ലാഹുവിന്റെ കൽപ്പന. നിസ്കരിക്കാൻ വേണ്ടി ഖുർആനിൽ കൽപ്പനയില്ല. ആ നമസ്കാരം വാസ്തവത്തിൽ പരിരക്ഷിക്കുന്ന രീതിയാണോ നമ്മുടെ രീതിയിലുള്ള പരിരക്ഷിക്കുന്നത്? പരിരക്ഷിക്കാന്ന് പറഞ്ഞാൽ നിസ്കാരം മരിച്ചു പോകരുത്. 5 നേരം പരിരക്ഷിക്കാൻ, 5 നേരം നിർവഹിച്ചിട്ട് അത് നിലനിർത്താൻ അള്ള പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം. ഒരു ചെടിക്ക് ഇന്നിന്ന നേരത്ത് വെള്ളം പാർന്ന് വളം നൽകി ഇന്നിന്ന രീതിയിൽ ശുശ്രൂഷിച്ചാലേ അത് വളരുകയുള്ളൂ, ഉത്പാദനം ഉണ്ടാവുകയുള്ളൂ എന്ന് നിർദ്ദേശിക്കപ്പെട്ടാൽ അതുപോലെ തന്നെ ചെയ്യണമല്ലോ. ഇങ്ങനെ നമസ്കാരത്തെ പരിരക്ഷിക്കുവാൻ, കാക്കാൻ, സൂക്ഷിക്കുവാൻ, സമയനിഷ്ഠ പാലിക്കുവാൻ, വ്യവസ്ഥ പാലിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ള നമസ്കാരം ആ വിധത്തിൽ നിർവഹിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ ലംഘിച്ചു. അത് നിസ്കരിക്കുന്ന കൂട്ടമായ നമ്മുടെ സമൂഹം, ഇത് ഞാൻ വെറുതെ ഏതെങ്കിലും റോഡിലൂടെ നടക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉദ്ദേശിച്ച് പറയല്ല. പള്ളിയിൽ ജീവിക്കുന്നവരിൽ, ദർസുകളിൽ ജീവിക്കുന്നവരിൽ, അത്യാവശ്യം ദർസും പള്ളിയുമൊക്കെ കഴിഞ്ഞ് ജീവിതം ചിട്ടയാക്കി ആളുകൾ പണ്ഡിതന്മാരെന്നും മൂല്യന്മാരെന്നും പറയുന്നവരടക്കം നമസ്കാരത്തിന്റെ സമയനിഷ്ഠയിൽ, വ്യവസ്ഥയുടെ നിഷ്ഠയിൽ, ഈ പറയപ്പെട്ട മുഹാഫലത്തിന്റെ കാര്യത്തിൽ ചെറുപ്പക്കാരാണെങ്കിൽ പുറകോട്ടായിരിക്കുമെന്ന് ഇതിൽ സംശയമില്ല. സാധാരണക്കാരനും ബിരുദമുള്ള പണ്ഡിതന്മാരും അടക്കമുള്ള ചെറുപ്പക്കാരുടെ ഒരു സംഘം. സാധാരണക്കാർക്കും 25-30 വയസ്സാണ്. പണ്ഡിതന്മാരും ഇപ്പൊ പുറത്തിറങ്ങുന്ന കാലം 25-25 താഴെയുമാണ്. ഒരു 10-20 വയസ്സായവരിൽ എല്ലാവിധത്തിലെ ആലിമ്യങ്ങളുമായി പുറത്തിറങ്ങുന്ന കാലപ്പോ പണ്ഡിറ്റുമാകും, എഞ്ചിനീയറുമാകും, അതോടൊപ്പം മതപണ്ഡിതനുമാകും എന്ന് ഭർത്തപ്പെടുന്ന പണ്ഡിതന്മാർ. അതിന് 10-20 വയസ്സ് മതി. ഈ 10-22 വയസ്സുകാരനായ പണ്ഡിതനായി പുറത്തിറങ്ങുന്ന ആളും പണ്ഡിതനല്ലാത്ത സാധാരണക്കാരനായ അതേ വയസ്സുകാരായ സമകാലികരും
സമശീർഷരായി ഒരു സംഘം ഒരു യാത്രയിലാണെന്നിരിക്കട്ടെ, ഉല്ലാസയാത്ര. അവിടെ സമയനിഷ്ഠയുടെ കാര്യത്തിൽ പണ്ഡിതനും പഠിച്ചറിഞ്ഞ ആളുമാണെങ്കിൽ വ്യത്യാസം കാണൂല. നമ്മൾ ഗൾഫിൽ ചേക്കേറിയിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ, പണ്ഡിതന്മാരായിട്ടുള്ളവർ ധാരാളം ഗൾഫിലെ പ്രവാസികളിലുണ്ട്. അത്തരം ആളുകളിൽ റൂമിൽ നിൽക്കുന്ന റൂംമേറ്റുകളിൽ സാധാരണഗതിയിലുള്ള പണ്ഡിതന്മാരും പണ്ഡിതന്മാരെ പോലെ തന്നെ സാധാരണക്കാരും ഒത്താൽ അവരുടെ നമസ്കാരത്തിന്റെ നിഷ്ഠയുടെ കാര്യം ഒന്നായിരിക്കും. പണ്ഡിതന്മാർക്ക് മാത്രമായി സമനിഷ്ഠ നമ്മൾ കാണൂല. സൽക്കാരത്തിന്റെ വേളയിൽ സമയനിഷ്ഠ നമ്മൾ പണ്ഡിതന്മാർക്ക് മാത്രം കാണൂല. ഇത്തരം ഒരവസ്ഥ നയിക്കുന്നവരും നയിക്കപ്പെടേണ്ടവരും നീതരും നേതാവും എല്ലാവരും ഒരു പ്രായത്തിൽ, ഒരു 25-30 വയസ്സ് ഇളം പ്രായത്തിൽ, വാസ്തവത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി അർശിന്റെ നേരിൽ നിൽക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞത് ഒമൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, വളർച്ചയിലും അവന്റെ ഓരോ കൗമാര ദശയിലും അടക്കം തന്നെ അവൻ ഇബാദത്തിലായി വളരുന്നവെന്ന്. അങ്ങനെ വളരേണ്ട ആളുകൾ, അങ്ങനെ വളരാൻ വേണ്ടി പഠിച്ച ആളുകൾ, അങ്ങനെ വളരാൻ വേണ്ടി ഖുർആൻ വഹിച്ച ആളുകൾ, അങ്ങനെ വളരാൻ വേണ്ടി പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകൾ, അങ്ങനെ വളരാൻ വേണ്ടി വിവിധ ഭാഷയിൽ ജനങ്ങളോട് പ്രഭാഷണം ചെയ്യാൻ കഴിയുന്ന പ്രഭാഷകന്മാർ, അവരടക്കം നമസ്കാരത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവം നമ്മുടെ മതപണ്ഡിതന്മാർക്കോ മതപ്രസംഗർക്കോ കാണാതിരിക്കാൻ പറ്റുമോ? ഇപ്പോഴും രസമുള്ള വാഴ്ന്നു പറയണം, വിഷയങ്ങൾ ആധുനികമാകണം, വിഷയങ്ങൾ കേട്ടാൽ പിടികിട്ടരുത് എന്നുള്ള അവസ്ഥയിലേക്ക് ഞങ്ങളൊക്കെ തന്നെ ഈ സമൂഹത്തെ എത്തിച്ചു, വയലിനെ എത്തിച്ചു. കുറ്റസമ്മതത്തോടുകൂടെ കുറ്റബോധത്തോടുകൂടെ തിരുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോ തന്നാൽ കരറേണ്ടവരെത്ര പേരോ താഴെ പാഴ്ചേറിലമന്നിരിപ്പൂ, താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിപ്പൂ, തപോനിധിക്കൊണ്ടു ചാരിതാർക്യം. തന്നെ കൊണ്ട് കരയേറേണ്ട ലക്ഷക്കണക്കിന് ആളുകൾ പാഴ്ചോറിൽ അമർന്നിരിക്കുമ്പോൾ സ്വയം തന്റെ കാര്യം മാത്രം നന്നായിട്ട് ബ്രഹ്മപദത്തിലേറാൻ വേണ്ടി ഒരു മഹർഷി ഇരുന്നാൽ എന്തിരിക്കും കഥ എന്ന് ചോദിച്ചതുപോലെ നമ്മുടെ സമൂഹം, നമ്മുടെ കൂട്ടുകാർ, നമ്മോടൊപ്പം കഴിയുന്നവർ, സഹപ്രവർത്തകന്മാർ, നമ്മോടൊപ്പമുള്ള സംഘടനാ പ്രവർത്തകന്മാർ, നമ്മോടൊപ്പം പള്ളിയിലും സമാജങ്ങളിലും സംഗമങ്ങളിലും സഭകളിലും കൂടുന്ന ആളുകൾ, അത്തരം ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഉറ്റവർ, നമ്മോടൊപ്പം തന്നെ സഹവസിക്കുന്നവർ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കല്യാണം വരുമ്പോഴോ ആഘോഷം വരുമ്പോഴോ യാത്ര ഉല്ലാസമാകുമ്പോഴോ മറ്റേതെങ്കിലും ആമോദരംഗം വരുമ്പോഴോ ഒരാശുപത്രി കേസോ ആക്സിഡന്റ് കേസോ വരുമ്പോഴോ ട്രെയിനിലോ ബസ്സിലോ ഇരുന്നുകൊണ്ടുള്ള യാത്രയാണെങ്കിലോ നിശ്ചയിക്കപ്പെട്ട സമയം വിട്ട് ജമ്മാക്കാൻ പോലും ഇളവില്ലാത്ത സമയമില്ലാത്ത നിയമമില്ലാത്ത നമസ്കാരങ്ങളെ സമയത്ത് വിട്ട് ബന്ധിക്കുന്നത് ചെറിയ കാര്യമായി കണ്ടൂടാ. ദീനിലതൊരു ചെറിയ കാര്യമല്ല, അതിന്റെ പ്രത്യാഘാതം വലുതാണ്. സാമൂഹികമായി തന്നെ ഈ ലോകവുമായി ബന്ധപ്പെട്ട് തന്നെയും അതിന്റെ പ്രത്യാഘാതം വലുതാണ്. അവസാനം വരെ നിലനിൽക്കുന്ന നമസ്കാരം, അവസാനമേ നമസ്കാരം ഉയർത്തപ്പെടൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഖിയാമം സംഭവിക്കാൻ ഭൂമിയെ പാകമാക്കുന്നത് നമസ്കാരമില്ലാതാകുമ്പോഴാണ്. നമസ്കാരമുള്ളിടത്തോളം അല്ലാഹുവിന്റെ ദിക്റുണ്ട്. ആ ദിക്റില്ലാതാകുമ്പോഴാണ് ഖിയാമം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും പ്രത്യക്ഷത്തിൽ പള്ളിയിൽ കൂടി സമൂഹം കൂടുമ്പോൾ നിസ്കരിക്കുന്നവർ തന്നെ നിഷ്ഠയില്ലാതെ, വ്യവസ്ഥയില്ലാതെ, കടപ്പാടുകളില്ലാതെ, അതിന്റെ ഷർത്തുകളും ഫർളുകളും ആലോചിക്കാതെ നിശ്ചയിക്കപ്പെട്ട സമയമില്ലാതിരുന്നാൽ തത്വത്തിൽ നിസ്കാരമല്ലല്ലോ. ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീർത്തും മതപ്രസംഗകർക്ക് വാക്കുകൊണ്ട് അല്ലാഹു തആല ആശയങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു തആല സിദ്ധി നൽകിയവർക്ക് ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം, ചെറുതല്ല നിസ്കാരം. നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വലുപ്പം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ നിലപാട്. നിസ്കാരം ഒഴിക്കുന്നവരെ നമുക്ക് വേണമെങ്കിൽ വെറുതെ വിടാം. നിസ്കാരം ഒഴിക്കുന്നവർ എന്ന് പറഞ്ഞൊരു കൂട്ടർ തീർത്തും നിസ്കാരം ഒഴിക്കുന്നവരാണെങ്കിൽ സമയനിഷ്ഠൊന്ന് തെറ്റിച്ചാലും നിസ്കരിക്കണമല്ല. ഞാൻ ഈ മുഹാഫത്ത് ഒഴിവാക്കുന്നത് തന്നെ. ഉദാഹരണമായി നേരം വെളുക്കുമ്പോൾ തൊഴിലിന് പോവുക, അസർ വരെ പണിൻ്റെ ഒരു 5 മണി വരെ. എന്നാൽ 5 മണി വരെ പണിണ്ടെങ്കിൽ അന്ന് സുബ്ഹ് ചിലപ്പോൾ നിസ്കരിച്ചു പോകും. ളുഹ്ർ അവിടെ പോവുകയാണ്. ളുഹ്ർ അവിടെ പണിസ്ഥലത്ത് നിസ്കരിക്കാൻ ഒഴിവില്ല. ബസ്സിലാണ് ജോലി എന്ന് വെച്ചോളി. എന്നാൽ ബസ്സിൽ ജോലിയാണെങ്കിൽ പിന്നെ തീർത്തും അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ചില സമയങ്ങളൊക്കെ. ആ സമയങ്ങളിൽ നിസ്കരിക്കാൻ കഴിയില്ല. ബസ് നമ്മളെ ഭാഗത്തിന് നിസ്കരിച്ചാൽ നിർത്തുമല്ലോ. അങ്ങനെ വന്നാൽ ആ ആള് അല്പം മതഭക്തനാണെങ്കിൽ, അള്ളാഹനെ പേടിണ്ടെങ്കിൽ പിന്നെ അയാൾ ചെയ്യുന്നത് എല്ലാ ഇടപാടും കഴിഞ്ഞിട്ട് അന്തിക്ക് വീട്ടിൽ വന്നിട്ട് അങ്ങോട്ട് നിസ്കരിക്കല ഒരു സ്ഥലം. ഈ നിസ്കാരക്കാർ ഇങ്ങനെയെങ്കിലും അള്ളാഹുവിനെ പേടിയുള്ളവരാണ്. ഞാൻ ഈ സമയനിഷ്ഠ പാലിക്കാതിരിക്കുക, വ്യവസ്ഥയില്ലാതിരിക്കുക, മുഹാഫലത്തില്ലാതിരിക്കുക എന്ന് പറഞ്ഞതിൽ ഉൾക്കൊള്ളുന്നവർ.
നേരെ മറിച്ച് ഒഴിഞ്ഞ നിസ്കാരം പോട്ടെ, കിട്ടുമ്പോൾ കിട്ടുന്ന നിസ്കാരം ആവാ, അല്ലെങ്കിൽ തീർത്തും ഒഴിഞ്ഞു പോകുക നിസ്കാരം തന്നെ അങ്ങോട്ട് പോയി കൊടുത്തേ എന്നാ വിചാരമെങ്കിൽ അവരെ സംബന്ധിച്ച് നമ്മൾ ഉദ്ബോധനം വേണ്ട. അവരെ മുഅ്മിനീങ്ങളെന്ന് പറയണമോ എന്നാണ് ആലോചിക്കേണ്ടത്. നിയമത്തിന്റെ ചെറിയ നൂലിന്റെ അംശങ്ങൾ കൊണ്ട് മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന് ഒരു സൊസൈറ്റി എന്നുള്ള അർത്ഥത്തിൽ പറയാമെങ്കിൽ തന്നെ ബലപ്പെട്ട ഹദീസുകൾ, പ്രബലമായ ഹദീസുകൾ, സ്വഹാബത്തിന്റെ മൊഴികൾ പഠിപ്പിക്കുന്നത് അവർ മുസ്ലിങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ പോലും പാകമല്ല, മുഅ്മിനീങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റൂല. അത്തരം ഒരാളുകളെ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് കാഫിറുകളെയാണ്. നിക്കരിക്കൂല എന്ന് പറഞ്ഞൊരു കൂട്ടർ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാഫിറുകളെ. മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ഇത് അസ്ഹാബുൽ ജഹീമാണ്, ജഹന്നമിന്റെ ആളുകൾ, നരകക്കാർ എന്ന് മുസ്ലിമീങ്ങളെ പറയാൻ പാടില്ല, മുവഹ്ഹിദുകളെ പറയാൻ പാടില്ല, വിശ്വാസികളെ പറയാൻ പാടില്ല. അവിശ്വാസികളായ കാഫിറുകളാ നരകക്കാർ എന്ന് പറയാൻ പറ്റൂ. അവരോടാണ് അല്ലാഹു പറയുന്നത്, അവരെ പറ്റി അല്ലാഹു വിവരിക്കുന്നത് മാ സലകകും ഫീ സഖർ, ഈ കത്തിയാളുന്ന നരകക്കുണ്ടിൽ നിങ്ങൾ പ്രവേശിക്കാൻ കാരണമെന്ത് എന്ന് ചോദിക്കപ്പെട്ടാൽ അവർ പറയുന്നത് ലം നകു മിനൽ മുസല്ലീൻ, വിശ്വസിച്ച് നമസ്കരിക്കേണ്ടവരായിരുന്നല്ലോ ഞങ്ങൾ നിസ്കരിച്ചില്ലല്ലോ. പാവപ്പെട്ടവരെ തീറ്റേണ്ടവരും അവർ പട്ടിണി കിടക്കുന്നത് അറിയേണ്ടവരും അവരുടെ പട്ടിണി അകറ്റേണ്ടവരുമായിരുന്നല്ലോ നമ്മൾ. സംസാരം നിസ്കരിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ പട്ടിണി മാറ്റുന്ന കഥയാ പറയണത്. നമ്മൾ നിസ്കരിക്കുന്നത് കഴിഞ്ഞാൽ പട്ടിണി ചിന്തിക്കാറില്ല. പട്ടിണിന്റെ കഥ ഒരു കൂട്ടർക്കായിട്ട് വെച്ചിട്ടൊക്കെ നമ്മൾ അത് ഭൗതിക ആളുകൾക്ക് വിട്ടു, അത് നമ്മൾ പറയേണ്ടതല്ലാന്നാ വിട്ടു. അല്ലാഹു തആല കാഫിരീങ്ങളോട് നരകത്തിൽ കിടക്കാൻ എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പരിദേവനം, അവർ നിറത്തുന്നത്, അവരുടെ കുറ്റബോധം അപ്പം തോന്നുമ്പോൾ അവർ പറയുന്നത്, ഖേദത്തിൽ പറയുന്നത് ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചില്ല, ഞങ്ങൾ പട്ടിണി പാവങ്ങളെ തീറ്റിയതുമില്ല. ഇഷ്ടം പോലെ സ്വർക്കാനും കളിക്കാനും ഉല്ലസിക്കാനും ആളെ കിട്ടിയപ്പോൾ അവരോടൊപ്പം കൂടി ഇതൊക്കെ പോയി എന്ന് പറയുന്നത് കാഫിറുകളെ കുറിച്ചൊരു പരാമർശമേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ തന്നെ പറയുന്നു, ബൈനർ റജുലി വബൈന ശിർകി തർക്കുസ് സ്വലാ, ബൈനർ റജുലി വബൈനൽ കുഫ്രി തർക്കുസ് സ്വലാ, ബൈനർ റജുലി വബൈന ശിർകി തർക്കുസ് സ്വലാ. മുസ്ലിമിന്റെ റിവായ ബൈനർ റജുലി വബൈനൽ കുഫ്രി തർക്കുസ് സ്വലാ. അഹ്മദിന്റെ നിവേദനം ലൈസ ബൈനൽ അബ്ദി വബൈനൽ കുഫ്രി ഇല്ലാ തർക്കുസ് സ്വലാ. അബൂ ദാവൂദ് നസായി. മൻ തറക സ്വലാത മുതഅമ്മിദൻ ഫഖദ് കഫറ ജിഹാറാ. ഖുബറാനി. മൻ തറക സ്വലാത മുതഅമ്മിദൻ ഫഇദാ തറകഹാ ഫഖദ് അശ്റക. ഖുബറാനി. എന്താ ഈ പറയുന്നത്? നിസ്കാരവും ശിർക്കും തമ്മിൽ, മുസ്ലിമായ ഒരു മനുഷ്യനും ശിർക്കും തമ്മിൽ വ്യത്യാസം മുസ്ലിം നിസ്കരിക്കും, മുശ്രിക്ക് നിസ്കരിക്കൂല എന്നാണ്. ഒരു മനുഷ്യനും കുഫറും തമ്മിൽ വ്യത്യാസം കാഫിർ നിസ്കരിക്കൂല, മുസ്ലിം നിസ്കരിക്കുമെന്നതാണ്. ഒരാൾ നിസ്കാരം ഒന്ന് മുഴുവനല്ല, ഒരു നമസ്കാരം ഒരുത്തൻ ഒഴിച്ചാൽ മുതഅമ്മിദൻ, ബോധപൂർവം ശറഇന്റെ ന്യായമായ കാരണമില്ലാതെ നിസ്കാരത്തെ സമ്പൂർണമായി സമയത്ത് മറക്കാം, നിസ്കാരത്തിന്റെ സമയത്ത് വാലിബായ ന്യായമായ കാരണത്താൽ ഉറങ്ങിപ്പോവാം, ഇത് കാരണമാണ്. ഈ കാരണമില്ലാതെ നിശ്ചയിക്കപ്പെട്ട നമസ്കാരം സമയത്ത് വിട്ട് പൂക്കിയിട്ട് ഒരുത്തൻ തീർത്തും ഒഴിവാക്കിയാൽ ഫഖദ് കഫറ ജിഹാറാ, അവൻ പരസ്യമായി കാഫിറായി. ഹദീസിന്റെ ഭാഷാർത്ഥമാണ് ഫഇദാ തറകഹാ ഫഖദ് അശ്റക, മുശ്രിക്കായി. നിസ്കാരം ഒഴിച്ചാൽ മുശ്രിക്കായി. ഫഇന്നമൻ തറക സ്വലാത മുതഅമ്മിദൻ ഫഖദ് ബരിഅത മിൻഹു ദിമ്മത്തുല്ലാഹ്, അല്ലാഹുവിന്റെ കാവലോനത്ത് ഒഴിവായി. തുബ്രാനിയുടെ മറ്റൊരു റിവായത്ത് അഹ്ബതല്ലാഹു അമലഹു വബരിഅത മിൻഹു ദിമ്മത്തുല്ലാഹ് ഹത്താ യുറാജിഅ ലില്ലാഹി തൗബ, പടച്ചവനോട് തൗബ ചെയ്യാത്തിടത്തോളം അവന്റെ സകല അമലുകളും അല്ലാഹു തആല പൊളിച്ചു കളയും, നിഷ്ഫലമാക്കും. കുതിബ കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ മിമ്മൻ യദ്ഖുലുഹാ. അബൂ നുഐം റിവായത്തിന്റെ ഹദീസിന്റെ റിപ്പോർട്ട് എങ്ങനെയാ? ഒരു നമസ്കാരം ഒരുത്തൻ ഒഴിവാക്കിയാൽ നരകത്തിന്റെ കവാടത്തിന്മേൽ അവൻ നരകക്കാരുടെ പട്ടികയിൽ പേര് കാണും. ബർത്ത് റിസർവ് ചെയ്യപ്പെട്ടവരുടെ പേര് ഉയരം നമ്മുടെ സാധാരണ ട്രെയിനുകളുടെ കമ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ തൂക്കിയിടപ്പെടുന്നത് പോലെ നരകത്തിന്റെ കവാടത്തിന്റെ മേൽ ഇവന്റെ പേര് രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി. നോക്കണം,
ഇതിന്റെ അടിസ്ഥാനത്തിൽ കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൂന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റുൻ വഗൈറ സ്വലാത്ത്. തുർമുദി നിവേദനം ചെയ്ത അബ്ദുല്ലാഹ് ഇബ്നു ശഖീഖ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്ത ഹദീസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബ് ഇസ്ലാം മതത്തിലെ ഒരു കടമയോ ഒരു കർമ്മമോ ഒഴിച്ചതിന്റെ പേരിൽ കാഫിറാകും എന്നും ഒഴിക്കൽ കുഫറാണെന്നും വിധി എഴുതിയിരുന്നതുണ്ടെങ്കിൽ അത് നമസ്കാരം മാത്രമാണ്. മറ്റൊന്നും ഒഴിച്ചവനെ, മറ്റൊരു കർമ്മം ഒഴിച്ചവരെ കാഫിറെന്ന് സ്വഹാബാക്കൾ വിധി എഴുതുമായിരുന്നില്ല. തുർമുദിയുടെ റിപ്പോർട്ട്. ചെറിയ സ്വഹാബികളല്ല. ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒക്കെ നമ്മൾ പേര് കേട്ട് ബുഖാരി മുസ്ലിമും നിറഞ്ഞു നിൽക്കുന്ന ഹദീസിന്റെ റാവികളായ നമുക്ക് ഇസ്ലാം മതം തന്ന സ്വഹാബാക്കളാ. ഇവരൊക്കെ നിസ്കാരം ഒഴിച്ചവർ കാഫിർ എന്ന് പരസ്യമായി വിധി എഴുതുന്നവരാണ്. സ്വഹാബത്തിന് ശേഷം വന്ന പണ്ഡിത സമുദ്രങ്ങളിൽ അഹ്മദ് ഇബ്നു ഹംബൽ മദ്ഹബിന്റെ ഇമാം, ഇസ്ഹാഖ് ഇബ്നു റാഹോയ, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്, മഹാനായ അബൂ ദാവൂദ് ത്വയാലിസി, മുഹദ്ദിസീങ്ങളായ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ നിസ്കാരം ഒഴിച്ചവർ കാഫിർ എന്ന് പറഞ്ഞവർ. അവരെക്കുറിച്ച് പിന്നെ നമ്മൾ ആലോചിക്കണോ? അക്കഥ നമ്മൾ നോക്കണോ? അതുകൊണ്ട് അത് കുഫറാണെന്ന് മനസ്സിലാക്കി തന്നെ ആ പറഞ്ഞത് നമുക്ക് ഒഴിവാക്കാം. അത്തരം ഒരു അവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാവരുത്. വിശ്വാസികളെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി തരുന്നത് രണ്ടു കൂട്ടരാണ്. ഒന്നുകിൽ മുഹാഫദത്തുൻ അലാ സ്വലാത്ത്, നിസ്കാരത്തെ കൃത്യമായി നിഷ്ഠയോടുകൂടെ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്നവർ. അവരെ അള്ളാഹു എങ്ങനെ വിവരിക്കുന്നു നോക്കി. 3 ആയത്തുകളിൽ അള്ളാഹു തആല അവരെ വർണ്ണിക്കുന്നുണ്ട് ഖുർആനിൽ മൊത്തം. സൂറത്തുൽ അൻആമിൽ 92-ാമത്തെ ആയത്ത്, സൂറത്തുൽ മുഅ്മിനൂൻ 9-ാമത്തെ ആയത്ത്, സൂറ മആരിജിലെ 34-ാമത്തെ ആയത്ത്. ഇവിടെ അല്ലാഹു തആല മുഅ്മിനീങ്ങളായ ആളുകളെ അവരെ വർണ്ണിക്കുന്നത് എന്തുകൊണ്ടാണ്? സൂറത്തുൽ അൻആമിൽ ആയത്തിൽ അല്ലാഹു പറയുന്നു നോക്കി, വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറതി യുഅ്മിനൂന ബിഹി വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. ഹദാ കിതാബുൻ അൻസൽനാഹു എന്ന് ഖുർആനെ കുറിച്ച് അതിന്റെ തൊട്ട് മുമ്പത്തായിട്ട് ആ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവർ വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറ, പരലോക വിശ്വാസമുള്ള പരലോക ബോധമുള്ള ആളുകൾ യുഅ്മിനൂന ബിഹി, ഖുർആൻ കൊണ്ട് വിശ്വസിക്കും. വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവർ മാത്രമേ നിസ്കാരത്തിന്റെ മേൽ നിഷ്ഠ പാലിച്ച് സമയം നോക്കി കൃത്യത പാലിച്ച് നിർവഹിക്കുകയുള്ളൂ. പരലോക വിശ്വാസമുള്ളവർ. അപ്പൊ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പരലോക വിശ്വാസമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പരലോക ബോധമുള്ളവരും അല്ലാത്തവരുമുണ്ട്. വിശ്വാസത്തിന്റെ കാര്യങ്ങൾ നിന്ന് കൽബിക്ക് നമ്മളങ്ങ് വിശ്വാസ കാര്യങ്ങൾ തള്ളിയിട്ടുണ്ട്. പക്ഷെ കൽബിൽ തള്ളിയത് മുഴുവൻ ബോധത്തിലില്ല, ബോധമില്ല, വിശ്വാസമുണ്ട്. ആ ബോധം വെച്ചിട്ടാണ് പറയുന്നത് വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തെക്കുറിച്ച് സദാ വിശ്വാസം ഉണ്ടെന്ന് ശരിക്ക് തന്നെ ബോധത്തിലൂടെ തെളിയിക്കുന്ന ശരിയായ വിശ്വാസികൾ യുഅ്മിനൂന ബിഹി, അവരാണ് ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവർ. വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവരുടെ നമസ്കാരം കൃത്യസമയം നോക്കി സമയനിഷ്ഠ നോക്കി അള്ളാഹ് നിശ്ചയിച്ച അദാഇന്റെ സമയത്ത് തന്നെ ഖളാആകാതെ വ്യവസ്ഥ പ്രകാരം ജംആക്കാനല്ലാത്ത നിലയിൽ സമയം തെറ്റിക്കാതെ നിർവഹിക്കുന്നവർ ഇവർ മാത്രമായിരിക്കും. സൂറത്തുൽ മുഅ്മിനൂനിലോ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് തുടങ്ങുന്നത് മുഅ്മിനീങ്ങളാണ് ആഖിറത്തിൽ വിജയിച്ചവർ. ആരാണ് ആ വിജയിച്ച മുഅ്മിനീങ്ങൾ? നമസ്കാരത്തിൽ ഖുശൂഉം അതിന്റെ ആത്മാവുമുള്ളവർ. അത് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതിന്റെ അവസാനത്തിലാണ് പറയുന്നത് വഹും അലാ സ്വലവല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, നിസ്കരിക്കുന്ന നമസ്കാരങ്ങളുടെ മേൽ അതിന്റെ ചിട്ടകൾ നോക്കി സമയം നോക്കി കൃത്യനിഷ്ഠയോടുകൂടെ നിർവഹിക്കുന്നവരാണവർ. അവരെയാണ് പിന്നെ അല്ലാഹു വർണ്ണിക്കുന്നത് ഉലൈകല്ലദീന യരിസൂനൽ ഫിർദൗസ, വിശുദ്ധ സ്വർഗം ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കുന്നവരും അത് അനന്തരം എടുക്കുന്നവരും. അപ്പൊ അവിടെ അല്ലാഹു തആല വർണ്ണിക്കുന്നത് നമസ്കരിക്കുന്നവരല്ല, നമസ്കാരത്തെ മുഹാഫദത്ത് ചെയ്യുന്നവർ, വിഷമമില്ലാത്തവർ, സങ്കടമില്ലാത്തവർ, അവനവന് വല്ല ഹൈറും കിട്ടിയാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ അവൻ ആർച്ചയില്ലാത്തവർ. അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർ അവരിൽ നിന്ന് ഒഴിവാണ്.
എങ്ങനത്തെ നിസ്കാരക്കാർ എന്നും നിസ്കരിക്കുന്നവർ എന്നവിടെ പറഞ്ഞു. ശേഷം അതേ കൂട്ടരെ അല്ലാഹു പിന്നെ പറയുന്നത് സൂറത്തുൽ മആരിജിൽ വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. മാനസിക വിഷമത്തിൽ നിന്നും മനുഷ്യന്റെ ദൗർബല്യമായ കെടുതികളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാൻ തീരെ വയ്യ. ആ സഹിഷ്ണുതയും സ്വാർത്ഥതയുമാണ് മനുഷ്യനുള്ളത്. പക്ഷേ നിസ്കരിക്കുന്നവർക്കതില്ല. ഏത് നിസ്കാരക്കാർക്ക് വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, സമയനിഷ്ഠ പാലിക്കുന്ന നിസ്കാരക്കാർക്ക്, കർമ്മത്തിന്റെ വ്യവസ്ഥകൾ പാലിക്കുന്ന നിസ്കാരക്കാർക്ക്, കൃത്യനിഷ്ഠയുള്ള നിസ്കാരക്കാർക്ക്, എന്തെങ്കിലും കാരണം പറയുമ്പോൾ നിസ്കാരം ഒഴിവാക്കുന്നവർക്കല്ല. ഈ 3 ആയത്തിൽ അല്ലാഹു പറയുന്ന വിശ്വാസികൾ വിശ്വാസി സമൂഹത്തിൽ നിന്ന്, മുസ്ലിം സമുദായത്തിൽ നിന്ന് സവിശേഷപ്പെട്ടൊരു മുസ്ലിമീങ്ങളാണല്ലോ. ഈമാനുള്ളവർ എന്ന് അല്ലാഹു വർണ്ണിക്കുന്നവരും പുകഴ്ത്തുന്നവരുമായ വിശ്വാസികൾ, പരലോക വിശ്വാസമുള്ളവർ എന്ന് അള്ളാഹുവിന്റെ റസൂൽ വർണ്ണിച്ചവരും അള്ളാഹു വേദിക്കുന്നതുമായ ആളുകൾ. അപ്പൊ പിന്നെ അല്ലാത്തൊരു കൂട്ടം മോമിനീങ്ങളുണ്ട്, മുസ്ലിമീങ്ങൾ തന്നെ പോലെ. നിസ്കാരം അവർ കളവാക്കുന്നില്ല, നിസ്കാരത്തെ അവർ നിസ്സാരമാക്കുന്നില്ല. ഇത് രണ്ടുണ്ടെങ്കിൽ ശരിക്ക് കാഫിറാവുമെന്ന് എല്ലാ മദ്ഹബും പറയും.